السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في القسم الثاني من دورة الثالثة من دروس اللغة العربية لغير الناطقين بها. ഖുർആൻ പഠനത്തിനുള്ള പോഴിയുടെ കീഴിൽ നടന്നു വരുന്ന അനർബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയുടെ 3-ാം സെമസ്റ്റർ 2-ാം ഭാഗത്തിലെ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. നമ്മളെവിടെ നിർത്തിയത്? നക്കൂത്തുൽ ആഷിർ ദൗ ഖുർബ. ദൗൽ ഖുർബ. ഖുർബ എന്ന വാക്ക് ഖുർആനിൽ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഖുർബ വൽ യത്താമ. ഖുർബ വൽ യത്താമ പല സ്ഥലങ്ങളിലുണ്ട്. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ ഉണ്ട്. ഇതാണ് ഖുർബ ഉണ്ട്. ഇതാ ഖുർബ. ഖുർബ കരീം എന്നാണോ? ഖുർബ എന്ന് പറഞ്ഞാൽ കറുബയുടെ ക്രിയാധാതുവാണ് ഖുർബ. കറുബ അടുത്തു, കരീബ് അടുത്തത്. ഖുർബുൻ ഖുർബ. ഖുർബുൻ സാമി അല്ല, ഖുർബ ഏറ്റവും അടുത്താണ്. കരീബിന്റെ ക്രിയാധാതുവാണ് ഖുർബ. കരീബിന്റെ ക്രിയാധാതുവാണ് ഖുർബ. സാമീപ്യം. അത് ജുംല അല്ല അല്ലേ? ജുംല അല്ല. കരീബ് ഖുർബ. കരീബ് അടുത്തത്. കറുബ സമീപിച്ചു, അടുത്തു. അതാണ് ഫിഅല്. അതിന്റെ ക്രിയാധാതുവാണ് ഖുർബുൻ സാമീപ്യം, അല്ലെങ്കിൽ ഖുർബ സാമീപ്യം. ജവിൽ ഖുർബ, ജവുൽ ഖുർബ സാമീപ്യം അല്ലെങ്കിൽ ബന്ധുത്വം ഉള്ളവർ. ഖുർബ എന്നത് എന്താണ്? ബന്ധുത്വം, റിലേഷൻഷിപ്പ്. നമ്മുടെ പാഠം ജവിൽ ഖുർബ ബന്ധുത്വം ഉള്ളവർ. അപ്പൊ എന്താണ് ലിൽ ഫുഖറാഇ? അപ്പൊ എന്താണ്? മജ്റൂറാണത്. ഫുഖറാ മജ്റൂറാണ്, ജർ ചെയ്യപ്പെട്ടതാണ്. പിന്നെ പറയുന്നത് എന്താണ്? ജവി. അപ്പോ കസർ ചെയ്യപ്പെട്ടതായതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അതിന് ജവു എന്നതിന് പകരം ജവി എന്നുണ്ട്. ജവു എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മ ചെയ്യപ്പെട്ടതാണ്. ഇവിടെ പറയുന്നുണ്ട് ജവു ജൂവിന്റെ ബഹുവചനമാണ് ജവു ആയതുകൊണ്ട് അൽ മുദക്കരി സാലിം, ജംഉൽ മുദക്കർ സാലിം മുസ്ലിമൂൻ എന്ന് പറയുന്നതിന്റെ അതേ നിയമമാണ് ഇതിലും വരുന്നത്. അപ്പോ ജാ അൽ മുസ്ലിമൂന, മുസ്ലിങ്ങൾ വന്നു. മറർത്തു ബിൽ മുസ്ലിമീന, മുസ്ലിങ്ങൾ അടുത്തുകൂടി നടന്നു പോയി. സല്ലംതു അലൽ മുസ്ലിമീന, മുസ്ലിങ്ങൾക്ക് സലാം പറഞ്ഞു. പിന്നെന്താണ്? നസ്ബ് ചെയ്യപ്പെട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ പറയുന്നുണ്ട് ജബുൽ ഖുർബ ജബുൽ ഖുർബ അഹഖു ബിമുസാഅദതിക. ജബുൽ ഖുർബ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ എന്താണ്? ലംബ് ചെയ്യപ്പെട്ടതാണ്. മുബത്തദ ആയതുകൊണ്ട്, പ്രാരംഭപദമായതുകൊണ്ട് എന്താണ്? ജവുൽ ഖുർബ, ജവു ലംബ് ചെയ്യപ്പെട്ടതാണ്, റഫ് ചെയ്യപ്പെട്ടതാണ്. മർഫൂഅൻ ബിൽ വാവ്, അവിടെ വാവ് കൊണ്ട് റഫ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുക. അല്ലാതെ വാവിന്റെ മുകളിലുള്ള വമ്മല്ല, ഒന്നാമത്തെ വാവിന്റെ മുകളിലുള്ള വമ്മല്ല, മറിച്ച് എന്താണ്? വാവ് കൊണ്ട്, മുസ്ലിമൂനെ പോലെ വാവ് കൊണ്ട് എന്താണ്? റഫ് ചെയ്യപ്പെട്ടതാണ്.
ബിൽവാവ്. ജാലിസ് ദവിൽ എൽമി. ജാലിസ് എന്ന് പറഞ്ഞതാ ഇരുന്നു ജലസ ഇരുന്നു. ഇരിക്കുന്നു. ജലസ ഇരുന്നു. ഇരിക്കുന്നു. ജാലസ എന്ന് പറഞ്ഞാൽ ജലസ മഅ, ഒപ്പം ഇരുന്നു. പരസ്പരം ഇരുന്നു എന്ന് പറയല്ലേ. ജാലസ എന്ന് പറഞ്ഞാൽ പരസ്പരം ഇരുന്നു എന്നാണ്. അപ്പൊ പരസ്പരം ഇരിക്കല്ല, എന്നാൽ ജാലസ എന്ന് പറഞ്ഞാൽ ജലസ മഅ, ഏതെങ്കിലും ഒരാളോടൊപ്പം ഇരുന്നതിനാണ് ജാലസ എന്ന് പറയുന്നത്. ജാലിസ് എന്ന് പറയുമ്പോൾ എന്താണ്? ജാഹിദിന്റെ രൂപമാണ്. അപ്പൊ ജാഹദ ഗ്രൂപ്പാണ്. ജലസയല്ല, ജാലസയാണ്. ജാലസ എന്ന് പറഞ്ഞാൽ ഒപ്പം ഇരുന്നു. അപ്പൊ അതിന്റെ കൽപ്പനയാണ് ജാലിസ്, നീ ഒപ്പം ഇരിക്കൂ. ആരുടെ ഒപ്പം ഇരിക്കണം? ദവിൽ എൽമി. സദഖാത്തു ലിൽ ഫുഖറാഇ. അവസാനം പറഞ്ഞെന്താ? ദവിൽ ഖുർബ, ബന്ധുത്വമുള്ളവർ. ദവിൽ എൽമി. അപ്പൊ എന്താണ്? ജാലിസ് ദവിൽ എൽമി. ഇവിടെ എന്താണ്? ജവി എന്ന് പറയുന്നത് ജറിയപ്പെട്ടതല്ല, ജസ്ബിയപ്പെട്ടതാണ്. കാരണം എന്താ? ജാലിസിന്റെ ഒബ്ജക്റ്റ് ആണ്, അഥവാ കർമ്മമാണ് ജവി. കർമ്മമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോ മൻസൂബിൻ ബിൽ യാ കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നെസ്ബ് ചെയ്തിരിക്കുന്നത്. യാ കൊണ്ടാണ് നെസ്ബ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ മുസ്ലിമീന എന്ന് പറഞ്ഞതുപോലെ ചെയ്തിരിക്കുകയാണ്, യാ കൊണ്ട് നെസ്ബ് ചെയ്തിരിക്കുന്നത്. ജാലിസ് ദവിൽ എൽമി. ഹാദിഹി മസാകിനു തുല്ലാബി. എന്താ അതിന്റെ അർത്ഥം എന്താണ് ശരിക്കും? ജാലിസ് ദവിൽ ഇൽമി. ജാലിസ് ലവ് എന്ന് പറഞ്ഞപ്പോ എന്താണ്? ഹാവിങ്, ഉള്ള. ഉള്ള. ആ, അപ്പൊ വിജ്ഞാനമുള്ളവന്റെ ഒപ്പമാണ് ഇരിക്കേണ്ടത്. മറ്റുള്ളവരുടെ ഒപ്പം ഇരിക്കേണ്ടെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മളെ വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യുന്നതിന് ആരോടാണ് കൂടുതൽ ഇരിക്കേണ്ടത്? സാധാരണക്കാരോട് ഇരിക്കരുതെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് എന്താണ്? അവരോടൊപ്പമാണ് നമ്മൾ സഹവാസം വർദ്ധിപ്പിക്കേണ്ടത്. ജ്ഞാനമുള്ളവരോടൊപ്പം സഹവാസം വർദ്ധിപ്പിക്കണം. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാകും ഒരു സൗരഭ്യം എന്ന് പറയുന്നത്. വിജ്ഞാനമുള്ളവരോടൊപ്പം ഇരുന്നാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും? വിജ്ഞാനം ലഭിക്കും, വിവരം ലഭിക്കും. അവരുടെ സംഭാഷണമല്ല, നമ്മൾ വെറുതെ ഒപ്പം ഇരുന്നാൽ മതി, പകർന്ന് കിട്ടുമെന്നാണ്. അത് നമ്മൾ പലരെയും കണ്ടു പഠിച്ചാൽ മനസ്സിലാകും. വിജ്ഞാനമുള്ളവരോടൊപ്പം സഹവസിച്ചവർക്ക് അതിൻ്റെതായ വിവരം ഉണ്ടാകും, അവരുടെ സംസ്കാരമുണ്ടാകും, അവരുടെ എന്താണ്, അവരുടെ രീതിയും ശൈലിയും ഭാവവും ഹാവഭാവാദികളൊക്കെ ഉണ്ടാവും. ആ ജാലിസ് ജബിൽ എൽമി. ഹദീസുണ്ട്. എന്താണ്? സൽസ്വഭാവിയോടൊപ്പം ഇരുന്നാൽ സൽസ്വഭാവം വർദ്ധിക്കും. അല്ലെങ്കിൽ കൽക്കരി പിന്നെ എന്താ പറയാ, ഉലയിൽ വർക്ക് ചെയ്യുന്നവനോടൊപ്പം ഇരുന്നാൽ, കൊല്ലനോടൊപ്പം ഇരുന്നാൽ അവന്റെ കൽക്കരി ആയിരിക്കും നമുക്ക് ലഭിക്കുക. അത്തർ വിൽപ്പനക്കാരനോടൊപ്പം നടന്നാൽ അത്തർ ആയിരിക്കും അവന് നമുക്ക് ലഭിക്കുക. അത്തറിന്റെ വാസം ലഭിക്കും, അല്ലെങ്കിൽ അത്തർ അവൻ ഹദിയ ചെയ്യും. അതേപോലെ വിജ്ഞാനമുള്ളവരോടൊപ്പം ഇരുന്നാൽ വിജ്ഞാനം അയാൾ പറഞ്ഞു തരും, അല്ലെങ്കിൽ അതിൻ്റെതായ ഇത് നമുക്ക് ലഭിക്കുമെന്നാണ് കേട്ടോ. ഓട്ടോമാറ്റിക്കായിട്ട് ലഭിക്കും. അയാൾ ഒന്നുമില്ലെങ്കിലും ആ എന്താ എനർജി നമുക്ക് പകർന്നു കിട്ടും എന്നാണ്. ഊർജ്ജം സംപ്രേഷണം ചെയ്യപ്പെടും. സൈക്കോളജിയാണത്. അതാണ് ജാലിസ് ദവിൽ എൽമി, വിജ്ഞാനം ഉള്ളവനോടൊപ്പം ഇരിക്കുക. ഓക്കെ, ഭാഗ്യമായി സപ്ലൈ പോയിട്ടുണ്ട്. ഇതിൽ കർത്താവില്ലല്ലോ അല്ലേ? ജാലിസ് ദവിൽ ഇൽമി. ജാലിസ് ദവിൽ ഇൽമി. ആ, കർത്താവ് ഉണ്ടെന്ന് ആരെങ്കിലും പറയും? കർത്താവ് എവിടെയാണ് കർത്താവ് ഉള്ളത്? അല്ല, വേറെ ആരെങ്കിലും? ജാലിസ് ആണോ? അല്ലല്ല, ഇപ്പൊ പറഞ്ഞാള് പറയരുത്, വേറെ ആരെങ്കിലും പറയും. ആ, ജാലിസിന്റെ കർത്താവ്. ജാലിസിന്റെ കർത്താവ് ജാലിസിലുള്ള ഇൻതല്ലേ? അതായത് കർത്താവില്ലാതെ ഫേല് വരികയില്ല. അതെ, ഇത് അമ്രാണല്ലേ? ഫേലിൽ അമ്ര. അതാണ് ഞാൻ പറയുന്നത്, ജാഹിദ് പോലെയാണ്.
മുഖാത്തബ്. ആ മുഖാത്തബാണ്. അപ്പൊ ജാലിസ് അൻത എന്നാണ്, നീ ഇരിക്കുക. ഫിഅല് വന്നാൽ എന്തായിരിക്കണം? ഫാഇൽ ഉണ്ടാകണം. അത് വാജിബാണ്, ഫർദ് ഐനാണ്. ഇല്ലെങ്കിൽ എന്തായിരിക്കും? മജ്ഹൂലാണെങ്കിൽ എന്തായും? കർത്താവ് അറിയപ്പെടാത്തതാണെങ്കിൽ കർമ്മത്തെ കർത്താവിന്റെ സ്ഥാനത്ത് നിർത്തും. ഓക്കെ, ആദ്യത്തതോ ദുൽ ഖുർബ അഹഖു. ആ അതേതാണ് കർത്താവ്? അയിനൽ ഫിഅൽ യാ ഉഖ്ത്, അയിനൽ ഫിഅൽ. ഫിഅലുണ്ടെങ്കിലല്ലേ ഫാഇലിനെ അന്വേഷിക്കേണ്ടതുള്ളൂ. ഫിഅലുണ്ടെങ്കിൽ ഫാഇലിനെ അന്വേഷിക്കണം. ഞാൻ പറഞ്ഞു, ഇത് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ എന്താണ്? മുബത്തദയാണ്. ദവു എന്താണ്? മുബത്തദയാണ്, ഫിഅലല്ല. അപ്പോൾ അറബി വാക്യങ്ങൾ ഒന്നുകിൽ നാമവാക്യമായിരിക്കും അല്ലെങ്കിൽ ക്രിയാവാക്യമായിരിക്കും. നാമവാക്യമാണെങ്കിൽ ഇൻട്രൊഡക്ടറി പാർട്ട് ആൻഡ് കൺക്ലൂഷൻ പാർട്ട്, ആമുഖവാക്യവും ഉപസംഹാരവാക്യവും പദവുമാണ്. മുബത്തദയും ഖബറുമാണ്. അല്ലെങ്കിൽ എന്തായിരിക്കും? ജുംല ഫിഅലിയായിരിക്കും. അപ്പൊ എന്തായിരിക്കും? ഫിഅലുണ്ടാവും. ജുംല ഇസ്മിയാണെങ്കിൽ അതിൽ കർത്താവിന് നോക്കേണ്ടതില്ല. ജുംല ഫിഅലിയാണെങ്കിൽ കർത്താവ് ഉണ്ടാകും അവിടെ. ഓക്കെ, അപ്പൊ ദു എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഇസ്മാണ്, അല്ലെങ്കിൽ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? അത് റഫർ ചെയ്യപ്പെട്ടു വന്നു. ദവുൽ ഖുർബ, ബന്ധുത്വമുള്ളവർ. ഫേലില്ല. അതേസമയം ജാലിസ് എന്ന് പറഞ്ഞ ഫേൽ എന്താണ്? ഫേല് മുന്നൂര് മാവിയായിരിക്കും, അല്ലെ മുതാരി ആയിരിക്കും, അല്ലെ അമ്രായിരിക്കും, അല്ലെ നഹിയ. ഇതെല്ലാം ഫേൽ എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ 21 പദങ്ങൾ പഠിച്ചപ്പോ പറഞ്ഞു 3 ഒഴിച്ച് ബാക്കിയെല്ലാം ക്രിയയാണ്. ഇസ്മുൽ ഫാഇൽ, ഇസ്മുൽ മഫ്ഊൽ വൽ മസ്ദർ. ഇത് 3 എന്താണ്? ഇസ്മാണ്. അത് ഇസ്മുൽ ഫാഇൽ കർത്താവ്, കർത്തൃനാമം. ഇസ്മുൽ മഫ്ഊൽ കർമ്മനാമം. മസ്ദർ ക്രിയാധാതു. ഇത് 3 നാമങ്ങളാണ്, ബാക്കിയെല്ലാം ക്രിയകളാണ്. അപ്പോ ഫേല് മാവിയായിരിക്കാം, അത് ഫേലാണ്. ഫേല് മുളാരി ഫേലാണ്. അതേപോലെ ഫേലുൽ അമ്ര കൽപ്പനക്രിയ ഫേലാണ്. ഫേലുൽ നഹി എന്താണ്? ഫേലാണ്. അപ്പൊ അവിടേക്ക് എന്തുണ്ടാവും? കർത്താവ് ഉണ്ടാവും. ജാലിസ് എന്നത് കർത്താവ്. കൽപ്പനക്രിയ വരുമ്പോൾ എന്തായിരിക്കും? കൽപ്പനക്രിയ വരുമ്പോ അന്നേരം അന്തേ ഉണ്ടാവും. എന്തായിരുന്നാലും അതിലെന്തായിരിക്കും? കർത്താവ് ഉണ്ടാവും. അതൊരു കർത്താവ് വെളിവായിട്ടില്ലെങ്കിൽ അതിനകത്തുള്ള ലമീറായിരിക്കും, സർവനാമമായിരിക്കും. അപ്പൊ അമ്രും നഹിയും വരുമ്പോ അതിനകത്ത് സർവനാമം ഉണ്ടാവും. ഇഫ്തഹ് എന്ന് പറയുമ്പോൾ ഇഫ്തഹ് അൻത എന്നാണ്. ജാലിസ് എന്ന് പറയുമ്പോൾ ജാലിസ് അൻത. ജാലിസ് ദവിൽ ഇൽമി, വിവരമുള്ളവരോടൊപ്പം ഇരിക്കണം. മൻസൂബും ബിൽ യാ, നസ്ബ് ചെയ്യപ്പെട്ടതാണ്. അപ്പോ ജാലിസ് എന്നതിന്റെ കർമ്മമാണ് ദവി. അതുകൊണ്ട് എന്ത് ചെയ്തു? യാ കൊണ്ട് നസ്ബ് ചെയ്തു. ഹാദിഹി മസാകിന തുല്ലാബി ദവിൽ ആയിലാത്തി. അപ്പൊ ഇവിടെ എന്താണ്? ഹാദിഹി മസാകിന തുല്ലാബി. ഇവിടെ ഏതാണ് ഫായില്? ഇവിടെ ഫിഅൽ ഇല്ലാത്തത് കൊണ്ട് ഫായില് വേണ്ട. അതെ അതെ. ഹാദിഹി മുബത്തദയാണ്, മസാകിന് ഖബറാണ്. സെന്റൻസ് തീർന്നു. ബാക്കി അതിന്റെ വിശദീകരണമാണ്. ഹാദിഹി മസാകിനു, ഇത് റെസിഡൻസുകളാണ്, അല്ലെങ്കിൽ താമസ സ്ഥലങ്ങളാണ്. സെന്റൻസ് തീർന്നു. പിന്നെന്താണ്? മസാക്കിൻ. ആരുടെ മസാക്കിനാണ്? തുല്ലാബി. അപ്പൊ മസാക്കിനെ തുല്ലാബിലേക്ക് ഇളാഫത്ത് ചെയ്തു. അപ്പൊ തുല്ലാബിന് ജർ വന്നു, കസ്ർ ചെയ്യപ്പെട്ടു. പിന്നെ നമ്മൾ ദൂ ദവി എന്നൊക്കെ പറയുന്നത് എന്തായിട്ടായിരിക്കും വരിക എന്ന് പറഞ്ഞു? വിശേഷണമായിട്ടായിരിക്കും വരിക എന്ന് പറഞ്ഞു, അല്ലേ? അപ്പൊ തുല്ലാബിന്റെ വിശേഷണമാണ് ദവി. അപ്പൊ തുല്ലാബിന്റെ വിശേഷണം വരുമ്പോൾ എന്ത് ചെയ്യണം? തുല്ലാബിന് ജർ ഉണ്ടെങ്കിൽ ദവി ജർ ചെയ്യപ്പെടണം. അതിന്റെ വിശേഷണത്തിന് കസ്ർ വേണ്ടേ? അന്ത്യത്തിലെ അടയാളം ശരിയാവണമല്ലോ. തുല്ലാബ് കസ്ർ ചെയ്യപ്പെട്ടു. മസാക്കിന് തുല്ലാബി, മസാക്കിന് തുല്ലാബിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ട് അതിന് കസ്ർ കൊടുത്തു. അതിന് കസ്റുള്ളതുകൊണ്ട് ദവിനും കസ്റാണ് വരേണ്ടത്. എവിടെയാണ് കസ്റുള്ളത്? കസ്റിന്റെ അടയാളം യാ കൊണ്ട് കസ്ർ ചെയ്തു. മജ്റൂറുൻ ബിൽ യാഇ. ദവിൽ ആയിലാത്ത്. ആയിൽ എന്താണ്? ആയിലത്തുൻ, ഫാമിലി അല്ലേ? ആയിലത്തുൻ ഫാമിലി.
അപ്പൊ താ കളഞ്ഞാൽ എന്താവും? ആയിലത്തിന്റെ താ കളഞ്ഞാല് ആയിലും അതെ. എന്താണ്? വജദക ആയിലൻ സാധന. ഫാമിലി ഉണ്ടെങ്കിൽ എന്താവും? പ്രാരാബ്ധം ഉണ്ടാവും. ആയില് ദരിദ്രൻ. വജദക ആയിലൻ. വജദക ആയിലൻ. ആയിലൻ ദരിദ്രൻ. അത് നമ്മൾ ലുഹ പഠിപ്പിച്ചോ പറഞ്ഞായിരുന്നു. ആയിലത്തിൻ കുടുംബമാണെന്ന്. ആയിലത്തിൻ ഫാമിലി, ആയിലൻ ദരിദ്രൻ. സാക്കിന തുല്ലാബി ജവിൽ ആയിലാത്തി. അപ്പൊ തുല്ലാബിന്റെ വിശേഷണമായിട്ടാണ് ജവി വരിക. പിന്നെ ജവി എന്തായിരിക്കും? ജവിക്ക് ശേഷമുള്ളതിലേക്ക് ഇളാഫത്ത് ചെയ്തായിട്ടും വരിക. ജവിൽ ആയിലാത്തി. അതുകൊണ്ട് ഇളാഫത്ത് ചെയ്തതുകൊണ്ട് ആയിലാത്തിന് കെസ് കൊടുത്തു. കുടുംബക്കാരോടൊപ്പം അല്ലെ? കുടുംബക്കാരോടൊപ്പം അല്ല. എവിടെ ഒപ്പം കിട്ടിയത്? അങ്ങനെ ജവി എന്ന് പറഞ്ഞാൽ ഹാവിങ്, ഉള്ള. ജവിൽ ആയിലാത്ത് ഫാമിലി ഉള്ള. ഹാദിഹി മസാക്കിനു, ഇത് താമസ സ്ഥലങ്ങളാണ്. മസ്കൻ, മസ്കന്റെ ബഹുജനമാണ് മസാക്കിനു. മസ്കൻ താമസ സ്ഥലം. മസാക്കിന് ഖുറാനിൽ വായിച്ചിട്ടില്ലേ? ഖുറാനിൽ വായിച്ചിട്ടുണ്ടോ മസാക്കിന്? മസാക്കിന് വായിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ താമസ സ്ഥലങ്ങൾ കിട്ടൂല. മസാക്കിന ത്വയ്യിബത്തൻ ഫീ ജന്നാത്തി ആദിൻ. ശാശ്വത സ്വർഗത്തിലുള്ള താമസ സ്ഥലങ്ങൾ. സൂറത്ത് സഫ്. അതല്ലാതെ പല സ്ഥലങ്ങളിലുണ്ട് മസാക്കിന്. വായിച്ചിട്ടുണ്ടോ? ഖുർആൻ ഇനിയെങ്കിലും വായിക്കണേ. ഓതാതെ വായിക്കണം. ഇത് കിട്ടും നമുക്ക്. ഹാദിഹി മസാക്കിനു, ഇത്. അപ്പൊ മസാക്കിൻ എങ്ങനെയാ ലമ്മ വന്നത്? ഖബറാണ് കേട്ടോ. ഖബറിന് അടയാളം ലമ്മാണ്. അതല്ലാതെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ലമ്മ മാറേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. അത് ചുളുവിന് പറയാവുന്നതാണ്. അപ്പൊ നമ്മൾ പഠിച്ചതുകൊണ്ട് മുബത്തദയും ഖബറും. മുബത്തദയ്ക്കും ലമ്മായിരിക്കും, ഖബറിനും ലമ്മായിരിക്കും. അൽ ബുസ്താനു ജമീലുൻ എന്ന് പറയുന്ന പോലെ. ഇതിൽ മിസ്കീനായിട്ട് എന്തേ ബന്ധമുണ്ടോ? മസാക്കിനും മിസ്കീനും? മിസ്കീൻ എന്ന് പറഞ്ഞാൽ ചോദിച്ചു നടക്കാത്തവനെന്നാണ്. ചോദിച്ചു നടക്കാത്തവൻ, അടങ്ങിയിരിക്കുന്നവൻ. ദരിദ്രനാണെങ്കിലും അടങ്ങിയിരിക്കും അല്ലെ? ദരിദ്രനാണെങ്കിലും അടങ്ങിയിരിക്കുന്നതിനാണ് മിസ്കീൻ. ഓക്കെ. ഫുഖറാ മസാക്കി, മിസ്കീന്റെ ബഹുജനാണ് മസാക്കീൻ. മിസ്കീന്റെ ബഹുജനം മസാക്കീൻ. അപ്പോ മിസ്കീൻ എന്ന് പറഞ്ഞാൽ ചോദിച്ച് നടക്കാത്തവൻ. എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളോട് ചോദിച്ചു നടക്കില്ല. സൂറത്ത് ബക്കറയുടെ അവസാനം ഉണ്ടാവും. സൂറത്ത് ബക്കറയുടെ അവസാനം വരുന്നുണ്ടാവും. അതേപോലെ. അപ്പൊ സക്കൻ എന്ന് പറഞ്ഞാൽ താമസിച്ച് അടങ്ങി ഒതുങ്ങി കഴിയുന്ന സ്ഥലം. സക്കൻ, മസ്കൻ. സക്കൻ എന്ന് പറയും, മസ്കൻ എന്ന് പറയും കേട്ടോ. സക്കനയുടെ ഇസ്മ മഫ്ഊലാണ് മസ്കൻ. സക്കന താമസിച്ചു അല്ലെങ്കിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞു. അതിന്റെ ഇസ്മു മക്കാൻ സ്ഥലനാമമാണ് മസാക്കിൻ. മസ്കന്റെ ബഹുജനമാണ് മസാക്കിൻ. സ്ഥലനാമം നമ്മൾ എവിടെ ചർച്ച ചെയ്തെന്ന് തോന്നല്ലോ. ഓക്കെ. അത് ഈ മസാക്കിന്
തുല്ലാബി, പിന്നെ തുല്ലാബിലേക്ക് ഇളാഫത്ത് ചെയ്തു, അതുകൊണ്ട് കസ്ർ വന്നു. പിന്നീട് ജബി വന്നത് തുല്ലാബിന്റെ വിശേഷമായതുകൊണ്ട് ജബിക്ക് അതിന്റെ അടയാളം വന്നു. അങ്ങനെ യാ കൊണ്ട് ജർ ചെയ്തതിന്റെ ഉദാഹരണമായി. വമിസ്ല ജവു, ജവു പോലെ തന്നെയാണ് ഉലു. ഉലുവും ജവും ഒരേ അർത്ഥമാണ്, രണ്ട് പദങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ, പര്യായ പദങ്ങളാണ്. ജവു ഉലു. ഉലു എന്നാണോ? ഉലു അല്ലേ? ഊലു അല്ല, ഉലു എന്നാണ് വായിക്കുക. അതെ. വാവ് എഴുതും, പക്ഷേ വായിക്കുന്നത് വാവില്ലാതെയാണ്. ഉലായിക്ക ഉണ്ടല്ലോ, ഉലായിക്ക പോലെയാണ് ഉച്ചാരണം. ഉലു, ഉലുൽ എൽമി. ശഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വ ഉലുൽ എൽമി ഉലു ബഅസിൻ ശദീദിൻ ഫജാസു ഖിലാല ദിയാരി. സൂറത്ത് ആലി ഇമ്രാൻ പറഞ്ഞ രണ്ടാമത് സൂറത്തു ഇസ്രാ. ഇവിടെയൊക്കെ ഉലു ഉണ്ട്, അല്ലാതെ പല സ്ഥലങ്ങളിലും ഉലു ഉണ്ട്. വമിസ്ല ജവു ഉലു മഅനൻ വ ഇറാബൻ. മഅനൻ വ ഇറാബൻ. മഅന എന്താണ്? മീനിങ്. മീനിങ്. ഇറാബ് അടയാളങ്ങൾ. ഇറാബ് എന്ന് പറഞ്ഞ അടയാളങ്ങൾ. അടയാളം എന്ന് മാത്രമല്ല, അതിന്റെ അന്ത്യം മാറി വരുന്നതിനാണ് ഇറാബ് എന്ന് പറയുന്നത്. അന്ത്യം മാറി വരുന്ന അവസ്ഥകൾക്കാണ് ഇറാബ് എന്ന് പറയുന്നത്. നമ്മൾ നഹ്വ്, സർഫ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ടെക്നിക്കൽ വേർഡാണ് ഇറാബ്. സാധാരണ മുഫസ്സിറിനൊന്നും ഇറാബ് എന്ന് അറിയില്ല അല്ലേ? മാറി വരും, അതായത് പിന്നെ പദങ്ങളുടെ അന്ത്യത്തിലെ അവസ്ഥ പറയുന്നതിനാണ് ഇറാബ് എന്ന് പറയുന്നത്. പദങ്ങളുടെ അന്ത്യത്തെ അവസ്ഥ, അതായത് വാക്യത്തിലെ സ്ഥാനം അനുസരിച്ച് പദത്തിന്റെ അന്ത്യത്തിലെ അവസ്ഥ മാറി വരുന്നതിനാണ് ഇറാബ് എന്ന് പറയുന്നത്. ഇറാബ് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, വാക്യത്തിൽ ആ പദത്തിന്റെ സ്ഥാനം മനസ്സിലാക്കുക. രണ്ട്, ആ സ്ഥാനം മുഖേന അതിനെന്ത് അടയാളം വന്നു എന്ന് പറയുന്നതിനെയാണ് ഇറാബ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇപ്പൊ നമ്മൾ ജാലിസ് എന്ന് വന്നു. ജാലിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഇറാബ് പറയാൻ പറഞ്ഞാൽ എന്താണ്? ജാലിസ് ഫിഅലുൽ അംറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതെന്തായി? അത് ഇറാബിന്റെ ഒരു അവസ്ഥയായി. പിന്നെന്താണ്? അത് മുഫ്രദാണ്, ഏകവചനമാണ്, മുഖാത്തബാണ്, അഡ്രസ് ചെയ്യുന്നതാണ്. പിന്നെ എന്ത് ചെയ്തു? അതിന് അവസാനം ജസ്മി ചെയ്തിരിക്കുകയാണ്. നമ്മൾ സുക്കൂൻ കൊടുക്കുകയാണ് എന്ന് പറയുന്നില്ല, നമ്മൾ പക്ഷേ പറഞ്ഞ് പഠിക്കുകയാണ്. ഫതഹ യഫ്തഹു, ഇഫ്തഹ് തുറക്കൂ. അപ്പൊ യഫ്തഹു എന്നതിന് എങ്ങനെയായിരിക്കും അവസാനം സുക്കൂൻ വന്നത്? ഫിഅലുൽ അംർ ആയതുകൊണ്ടാണ് അതിന് ജസ്മി ചെയ്തത്. അപ്പൊ ഇത് മനസ്സിലാക്കലാണ് ഇറാബ്. അത് രണ്ടാമത് പറഞ്ഞെന്താ? രവി. രവി വന്നത് എന്താണ്? രവി എന്നത് അതിന്റെ മഫ്ഊലുൻ ബിഹിയാണ്, ജാലിസിന്റെ മഫ്ഊലുൻ ബിഹിയാണ്. അപ്പം എന്താണ്? അതിന്റെ മഫ്ഊലുൻ ബിഹിയാണ് എന്ന് മനസ്സിലാക്കൽ ഇറാബിൽപ്പെട്ടതാണ്. ജാലിസ് എന്നതിന്റെ മഫ്ഊലുൻ ബിഹിയാണ് എന്ന് മനസ്സിലാക്കൽ എന്താണ്? ഇറാബിൽപ്പെട്ടതാണ്. അപ്പൊ അതാണ് വാക്യത്തിൽ അതിന്റെ സ്ഥാനം. രണ്ട്, ആ സ്ഥാനം മുഖേന അതിന് എന്ത് ലഭിച്ചു? നെസ്ബ് ലഭിച്ചു, നെസ്ബ് ചെയ്യപ്പെട്ടു. അപ്പോൾ രണ്ടാമത്തെ സംഗതി നെസ്ബ് ചെയ്യപ്പെട്ടു എന്നതാണ്. മൂന്നാമത്തെ സംഗതി നെസ്ബ് ചെയ്ത മുഖേന എന്ത് അടയാളമാണ് അതിന് സിദ്ധിച്ചിരിക്കുന്നത്? യാ കൊണ്ടാണ്. എന്ത് അടയാളം കൊണ്ടാണ് നെസ്ബ് ചെയ്തിരിക്കുന്നത്? യാ കൊണ്ടാണ് നെസ്ബ്. അപ്പൊ ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളും അറിയലാണ് ഇറാബ്. വാക്യത്തിൽ അതിന്റെ സ്ഥാനം, ആ സ്ഥാനം മുഖേന എന്ത് അടയാളം ലഭിച്ചിരിക്കുന്നു, ആ അടയാളം എങ്ങനെ പ്രകടമായിരിക്കുന്നു, അടയാളം എങ്ങനെ പ്രകടമായിരിക്കുന്നു, ഇതെല്ലാം അറിയലാണ് ഇറാബ്. ഇങ്ങനെ അറിയുന്ന വിജ്ഞാനം ഉള്ളത് കൊണ്ടാണ് ഈ ഭാഷയ്ക്ക് അറബി എന്ന് പറയുന്നത്. ഇറാബ് എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ എന്താ? അതിന്റെ ഭാഷ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ അറബീകരിക്കുക എന്നാണ്.
ഇപ്പോ ട്രാൻസ്ലേറ്റ് ഇൻ ടു അറബിക് എന്ന് പറയുന്നതിന് അരിബ് എന്നാ പറയുക. അരിബ്, അറബീകരിക്കുക എന്ന് പറയും. അപ്പൊ ഏതായി? അതിന്റെ ക്രിയാതാവാണ് ഇറാബ്. അഞ്ചല ഇൻസിൽ ഇൻസാൽ അറബ എഴുബു ഇറാബ്. അങ്ങനെയുള്ള ഭാഷയ്ക്കാണ് അറബി ഭാഷ എന്ന് പറയുന്നത്. മഅനൻ വ ഇറാബൻ, അപ്പോ അർത്ഥം കൊണ്ടും ഇറാബ് കൊണ്ടും. അപ്പൊ നമ്മൾ പിന്നെ നഹ്വ് എന്ന് പറയുന്നത് പോലെ, സർഫ് എന്നൊക്കെ പറയുന്ന പോലെ ഇറാബ് എന്ന് പറയുമ്പോൾ നമ്മള് മജ്ഹൂൽ എന്നൊക്കെ പറയുമല്ലോ. മജ്ഹൂലിന് തുല്യമായ പദം വേറെ ഒരു ഇതിലില്ല, വേറൊരു വ്യാകരണത്തിലില്ല. മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ അറിയപ്പെടാത്തതെന്നാണ്. യഥാർത്ഥത്തിൽ എന്താണ്? നമ്മൾ പാസീവ് വോയിസ് എന്നാണ് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല അതിന്റെ അർത്ഥം. വാക്യത്തില് കർത്താവ് പറയപ്പെട്ടിട്ടില്ലെങ്കിലാണ് അറബിയിൽ മജ്ഹൂൽ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിന് പ്രാധാന്യമുള്ളതാണ് പാസീവ് വോയിസ്. സബ്ജക്റ്റിനെ പറയാം, പറയാതിരിക്കാം. എനിവേ, അപ്പം അതേപോലെ ഒരു വാക്കാണ് ഏറാവ്. പിന്നെ നമ്മൾ ഏറാവ് പറയാന്നേ പറയുള്ളൂ. ഏറാവ് പറയുന്ന പറഞ്ഞാൽ ഇതിലെല്ലാം പെടും. വാക്യത്തിന്റെ സ്ഥാനം, ആ സ്ഥാനത്ത് ഒന്നുകൊണ്ട് എന്ത് അടയാളം സിദ്ധിച്ചിരിക്കുന്നു, ആ അടയാളം ഏത് രീതിയിൽ പ്രകടമായിരിക്കും. മിസ്ല സബു ഉലു മഅനൻ വ ഇറാബൻ. ജബു പോലെ തന്നെയാണ് ഉലു എന്നത് മഅനൻ വ ഇറാബൻ, ഇറാബിലും അർത്ഥത്തിലും, മഅനയിലും ഇറാബിലും. ഫീ സൂറത്തിൻ നംലി, ഫീ സൂറത്തിൻ നംലി എന്ന് പറഞ്ഞാൽ സൂറത്തിൻ നംലിൽ ഉണ്ട് എന്നാണ്. യഅനി വറദ ഫീ സൂറത്തിൻ നംലി ഔ ഖാല അല്ലാഹു തആല ഫീ സൂറത്തിൻ നംലി. സൂറത്തിൻ നംലിൽ ഇങ്ങനെ അള്ളാഹ് പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അതിൽ ഖുർആനിൽ ഇങ്ങനെ വന്നിരിക്കുന്നു. قالوا نحن أولو قوة وأولو بأس شديد والأمر إليك. قالوا, അവർ പറഞ്ഞു, നഹ്നു ഉലൂ ഖുവ്വത്തിൻ. സൂറത്തു നംലില് എന്താണ്? ബൽക്കിസ് രാജ്ഞിക്ക് കത്ത് കിട്ടിയല്ലോ. കത്ത് കിട്ടിയപ്പോ എന്ത് ചെയ്യണം എന്ന് കൂടിയാലോചിച്ച സന്ദർഭത്തിൽ പറഞ്ഞ കാര്യമാണ്. ഖാലു, അവർ പറഞ്ഞു, നഹ്നു ഉലൂ ഖുവ്വത്തിൻ, ഞങ്ങൾ എന്താണ്? ഉലൂ ഖുവ്വത്തിൻ, ശക്തി ഉള്ളവരാണ്. ഉലൂ, ഉള്ളവർ, ഹാവിങ്. അവിടെ ഖുറാന്റെ സ്ക്രിപ്റ്റിൽ വാവിന്റെ മുകളിൽ വാവിന്റെ മുകളിൽ എന്താണ്? ഒരു സർക്കിൾ ഇട്ടിട്ടുണ്ടാവും. ഒരു ഫുൾ സർക്കിൾ എന്നല്ല പറയാ. ആ സർക്കിൾ എന്തായിരിക്കും? അല്പം ചരിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവും, അല്പം കോണിട്ടായിരിക്കും ഉണ്ടാവും, പൂർണ്ണ വൃത്തമായിരിക്കില്ല. അപ്പൊ അതെന്താ ഇട്ടിരിക്കുന്നത് ചോദിച്ചാൽ, അത് ആ അക്ഷരം സൈലന്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇതേ അടയാളമായിരിക്കും കാലൂവിന്റെ അവസാനമുള്ള വാവിന്റെ മുകളിലും, സോറി അലിഫിന്റെ മുകളിലും. കാലൂവിന്റെ അവസാനമുള്ള അലിഫ് ഉച്ചാരണത്തിൽ സ്ഥാനമില്ലല്ലോ, അത് ബഹുവചനത്തിന് അവസാനം കൊടുക്കുന്ന ഒരു അലിഫാണ്. എന്നതുപോലെ ഉലുവിന്റെ വാവിന്റെ മുകളിലും അതേ അടയാളം കാണും. കാലു നഹ്നു ഉലൂ ഖുവ്വത്തിൻ. കാലു എന്നത് എന്താണ്? കാലുവിന്റെ ഫായിൽ ഏതാ? കാലുവിന് ഫായിൽ വേണോ? കാലുവിന്റെ ഫായില് കാലു ഹും. അതിനകത്തുള്ള ലമീറായ ഹുമ്മാണ് ഫായില്. പിന്നെ അടുത്ത ഭാഗം വേറൊരു സെന്റൻസ് ആണ് കേട്ടോ. കാലു പറയുമ്പോ പിന്നീട് പറയുന്നത് എന്താണ്? അവർ പറഞ്ഞു. അവരെന്ത് പറഞ്ഞു? പിന്നെ കോട്ടിംഗ് ആണ്, കൊട്ടേഷനാണ്. മക്കൂലുൽ ഖൗൽ എന്നാണ് പറയുന്നത്. ഖൗലിന്റെ മക്കൂൽ. കാലു, അവർ പറഞ്ഞു. എന്ത് പറഞ്ഞു? നഹ്നു ഉലൂ ഖുവ്വത്തിൻ വലൂ ബഅസിൻ ശദീദിൻ വല്ലംറു ഇലൈകി എന്ന് പറഞ്ഞത് എന്താണ്? അത്രയും അവർ പറഞ്ഞ ഭാഗം കോട്ട് ചെയ്യാണ്. അപ്പോ കാലു എന്ന് പറഞ്ഞ സംഭവം കഴിഞ്ഞു. അതിന്റെ ബാക്കി എന്താണ്? പിന്നെ മറ്റൊരു സെന്റൻസ് ആയിരിക്കും പറയുക. അവിടെയാണ് അവിടെ നിർത്തരുത് എന്ന് പറയുന്നത്. ആയത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ കാലു കഴിഞ്ഞിട്ട് നിർത്തിയാൽ പിന്നെ എന്ത് ചെയ്യണം? കാലു മുതൽ എടുത്തോതണം. അല്ല, കാലു കഴിഞ്ഞ് നിർത്തിയിട്ട് പിന്നെ ബാക്കി നഹ്നു ഉലൂ ഖുവ്വത്തിൻ വലൂ ബഅസിൻ ശദീദ് എന്ന് പറഞ്ഞ് വായിക്കാൻ പാടില്ല. അപ്പൊ കാലയുടെ ഒരു ഭാഗവും അതിന്റെ രണ്ടാം ഭാഗവും തമ്മിൽ വേർതിരിക്കാൻ പാടില്ല. കാരണം എന്താ? അവരിങ്ങനെ പറഞ്ഞു എന്നാണ് അള്ളാഹ് ഉദ്ധരിക്കുന്നത്.
ഖാലൂ നഹ്നു ഉലൂ ഖുവ്വത്തിൻ വഉലൂ ബഅസിൻ ശദീദിൻ വൽഅംറു ഇലൈകി എന്നതാണ് ഭാഗം. ഖാലു കഴിഞ്ഞിട്ട് പിന്നെ നഹ്നു ഉലൂ ഖുവ്വത്തിൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങാൻ പാടില്ല. ഖാലു അവർ പറഞ്ഞു നഹ്നു ഉലൂ ഖുവ്വത്തിൻ. പിന്നെന്താണ് യഥാർത്ഥത്തിൽ കോട്ട് ചെയ്യുന്നത് കൊണ്ട് നഹ്നു മുബത്തദയും പിന്നെ ഉലൂ എന്നത് ഖബറുമാണ്. ഉലൂ ഖുവ്വത്തിൻ ഉലൂ ഖുവ്വത്തിൻ എന്നത് എന്താണ് എന്ന ഷിബ്ഹ് ജുംലയാണ് അതിന്റെ ഖബർ എന്നതിന് പറയാം. അതായത് ഫ്രൈസ് ഉലൂ ഖുവ്വത്തിൻ. അപ്പൊ നഹ്നു മുബത്തദയാണ്. അപ്പൊ എന്ത് ചെയ്തിരിക്കുന്നു? റഫ് ചെയ്യപ്പെട്ടു. റഫിന്റെ സ്ഥാനത്താണുള്ളത് എന്ന് പറഞ്ഞാൽ നെഹ്നുവിന്റെ ലമ്മ് അല്ല, അതെന്താണ്, അത് നെഹ്നു എപ്പോഴും നെഹ്നു തന്നെ ആയിരിക്കും. പിന്നെ ഉലു എന്താണ്? റഫ് ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? അത് ഖബർ ആയതുകൊണ്ട് റഫ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് എന്ത് ചെയ്തു? അതിന് അല്ല വാവ് കൊണ്ട് റഫ് ചെയ്യപ്പെട്ടു. ഉലു വാവ് കൊണ്ട് റഫ് ചെയ്യപ്പെട്ടു. പിന്നെ എന്ത് വരും? നസ്ബാക്കി ജറു ആണെങ്കിൽ ഉലി എന്ന് വരും. ഉലി ബഅസിൻ ശദീദിൻ. സൂറത്ത് ഇസ്രാ വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഇവിടെ എന്താണ്? ഉലു റഫ് ചെയ്യപ്പെട്ടതാണ്. ഉലു ബഅസിൻ. ബഅസ് എന്താ? കാഠിന്യം, ശക്തിയും. ഞങ്ങൾ ശക്തിയുള്ളവരാണ്. വൗലു ബഅസിൻ ശദീദിൻ. ശക്തിയും കാഠിന്യവും. ഷദീദ് കഠിനമായ അതിശക്തന്മാരുമാണ്. വൽ അംറു ഇലൈക്കി. ഇനി കാര്യം നിന്റെ അടുക്കലാണ്. അയ്യുഹൽ മലിക്കത്തു, അല്ലയോ രാജ്ഞി. ഓക്കെ. അപ്പോ ഇത് ദവി പോലെ അല്ലെങ്കിൽ സൂ പോലെ ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഉലു എന്നുള്ളതിന് നെസ്റ്റ് ചെയ്യുമ്പോൾ ജർ ചെയ്യുമ്പോഴും ഉലി എന്നായിരിക്കും വരിക. ഖുർആൻ വായിച്ചു നോക്കുക. നമ്മൾ ഓരോ ഉദ്ദേശത്തിനനുസരിച്ച് എന്ത് ചെയ്യുക? ഖുർആൻ വായിച്ചു നോക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു മസാക്കിൻ ഒരുപാട് സ്ഥലങ്ങളിലുണ്ടെന്നുള്ളത്. ഇപ്പൊ മസാക്കിൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഖുർആൻ വായിച്ചു നോക്കുക. അതേപോലെ ഉലു എന്നത് ഉലി എന്ന് വരും, ഉലു എന്ന് വരും. ഉലു എന്ന് പറയുമ്പോൾ ലം ചെയ്യപ്പെട്ടതായിരിക്കും. ഉലി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നെസ്ബ് ചെയ്യപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ ജർ ചെയ്യപ്പെട്ടതായിരിക്കും. ജവി വന്നതുപോലെ ഇവിടെ ജാലിസ് ജവി എന്നത് നെസ്ബ് ചെയ്യപ്പെട്ടതാണ്. രണ്ടാമത് മസാക്കിന തുല്ലാബി ജവി എന്ന് പറഞ്ഞെടുത്ത് ജർ ചെയ്യപ്പെട്ടതാണ്. അൽ ഹാദി അഷർ 11ാമത്തെ പോയിന്റ്. നുഖ്തത്തുൽ ഹാദിയത്തെ അഷർ. നുഖ്ത എന്ന് പറഞ്ഞാൽ പോയിന്റ്. ഡോട്ടിന് നുഖ്ത എന്ന് പറയാം. അറഫ്ത അന്ന ലാക്കിന്ന. അറഫ്ത അന്ന ലാക്കിന്ന. അറഫ്തയിലെ ഫാഇൽ എവിടെയാ? അൻതല്ലേ? ഫാഇൽ അൻത ഉണ്ട് അവിടെ എൻ്റെ അകത്ത്. അറഫ്ത നീ മനസ്സിലാക്കി. അന്ന ലാക്കിന്ന നമ്മൾ നേരത്തെ പഠിച്ചു. അന്ന ലാക്കിന്ന. ലാക്കിന്ന എന്ന പദം, എന്ന ഹർഫ് മിൻ അഖവാത്തി ഇന്ന, ഇന്നയുടെ സഹോദരിമാരിൽപ്പെട്ടതാണ്. മിൻ അഖവാത്തി ഇന്ന, ഇന്നയുടെ സഹോദരിമാരിൽപ്പെട്ടതാണ്. തഖൂലു ഹാമിദുൻ മുജ്തഹിദുൻ. തഖൂലുവിന്റെ ഫാഇൽ ആരാ? ഇത്തും അല്ല ഹുവയാണോ? തഖൂലു അൻത. അറഫ്ത വ തഖൂൽ. അറഫ്ത നീ മനസ്സിലാക്കി. വ തഖൂലു നീ പറയും. ഹാമിദുൻ മുജ്തഹിദുൻ. ഹാമിദുൻ മുജ്തഹിദുൻ അത് മുബ്തദയും ഖബറുമാണ്. ഹാമിദ് എന്താണ്? പരിശ്രമശാലിയാണ്, ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. ലാകിന്ന സ്വദീഖഹു. ലാകിന്നയുടെ ഇന്നയുടെ സഹോദരി ആയതുകൊണ്ട് സ്വദീഖഹു എന്ന് പറഞ്ഞു. അവന്റെ സുഹൃത്ത് കസ്ലാനു, ലേസിയാണ്, മടിയനാണ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഇദാ ഖുഫിഫത്ത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഇദാ ഖുഫിഫത്ത് ലാകിന്ന. ലാകിന്നയെ ലഘുവാക്കിയാൽ. ഖഫഫ ഖുർആനിൽ വായിച്ചിട്ടുണ്ടോ?
അതെ ഖഫഫ വായിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ? ലഘുവാക്കി എന്നുള്ളതല്ലേ ആ ലഘുവാക്കി എവിടെ വായിച്ചിട്ടുണ്ട്? നിസായിലാണ് സൂറത്ത് നിസായിലോ? എവിടെയോ വായിച്ചിട്ടുണ്ടോ ഖഫഫ? ആ എന്തായാലും ഉണ്ട്, അൻഫാലിലാണെന്നാണ് എൻ്റെ ഓർമ്മ. الآن خفف الله عليكم وعلم أن فيكم ضعفا. അപ്പൊ അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നു? ലഘുവാക്കി തന്നിരിക്കുന്നു. അപ്പൊ ഖഫഫ ലഘുവാക്കി. അപ്പൊ ഖുഫിഫ വന്നപ്പോഴോ ലഘുവാക്കപ്പെട്ടു. പെട്ടു. അപ്പോ സബ്ബാ ഗ്രൂപ്പിന്റെ കർമ്മണി പ്രയോഗമാണ്, അഥവാ മജ്ഹൂൽ. ഖുഫിഫത്ത്. അപ്പൊ ഖുഫിഫത്തിൽ എന്താണുള്ളത്? ഫായിലാണോ ഉള്ളത് അല്ല മഫ്ഊലാണോ ഉള്ളത്? മഫ്ഊല്. ഇപ്പോൾ മഫ്ഊൽ എന്നല്ല എന്ന് പറയുക, അതിന്റെ പേരാണ് നായിബുൽ ഫാഇൽ. ആ ഫാഇൽ ഇല്ലെങ്കിൽ മജ്ഹൂലാണെങ്കിൽ എന്ത് ചെയ്യും? മജ്ഹൂലാകുമ്പോൾ അതിന് മഫ്ഊലുൻ ബിഹി എന്നല്ല അതിന്റെ പേര്, മറിച്ച് എന്താണ്? കർത്താവിന് പകരം പിന്നെ കർമ്മത്തിന് എന്ത് പറയും? നായിബുൽ ഫാഇൽ എന്നാണ് പറയുക. ഫാഇലിന്റെ നായിബുൽ മുദീർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നായിബിന്റെ അർത്ഥം നായിബ് എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് എന്നാണ്. നായിബുൽ മുദീർ എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് മാനേജർ. നമ്മളിവിടെ പഠിച്ചിട്ടുണ്ടോ നായിബ്? അപ്പൊ എന്താണ്? കർത്താവിന്റെ സ്ഥാനത്ത് വന്നു എന്നാണ് പറയുക. കർത്താവിന്റെ സ്ഥാനത്ത്. നായിബുൽ ഫാഇൽ എന്താണ്? ആരാണ് നായിബുൽ ഫാഇൽ? ഖുഫിഫത്തിലെ ഖുഫിഫത്തിലെ നായിബുൽ ഫാഇൽ ആരാ? ഹുവ ഖുഫിഫ ഹിയ ഖുഫിഫത്ത്. അപ്പോ ഹിയയാണ്, അതിനകത്തുള്ള ഹിയയാണ് എന്ത്? നായിബുൽ ഫാഇൽ. പക്ഷെ ഇവിടെ എന്താണ്? ഖുഫിഫത്ത് ലാകിന്ന എന്ന് പറയുമ്പോൾ ലാകിന്നയാണ് നായിബുൽ ഫാഇൽ. ഖുഫിഫത്ത് ലാകിന്ന, ലാകിന്ന നായിബുൽ ഫാഇലിന്റെ സ്ഥാനത്താണ് ഇരിക്കുന്നത്. എന്തുകൊണ്ട് അതിന് അടയാളം വന്നില്ല എന്ന് പറഞ്ഞാൽ ആ പദം അങ്ങനെ തന്നെ എടുത്തു വെച്ചിരിക്കുക. ഈ പദമാണ് അതിന്റെ നായിബുൽ ഫാഇൽ, അഥവാ ഈ പദം ലഘൂകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഷദ്ദില്ല എന്ന്. ലാക്കിന്നയുടെ ഷദ് പോയി. ഷദ് എന്ന് പറഞ്ഞാൽ എന്താ? മുകളിൽ ഷദീദ് വന്നല്ലോ, കടുപ്പിച്ചു എന്നർത്ഥം. ഷദ് കടുപ്പിക്കൽ, കനപ്പിക്കൽ. എന്തായി? ഇതാ ഖുഫിഫത്ത് ലാക്കിന്നയുടെ ഷദ് കളഞ്ഞാൽ ഉഹ്മിലത്ത്, അത് അവഗണിക്കപ്പെടും. അഹ്മല അവഗണിച്ചു. എന്താ അവഗണിക്കപ്പെടും? അതിന്റെ ആക്ടിവിറ്റി. ലാക്കിന്നയുടെ ആക്ടിവിറ്റി എന്താ? എന്ത് അമൽ ചെയ്യും ലാക്കിന്ന? ഇന്നയുടെ സഹോദരിയായതുകൊണ്ട് ശേഷം വരുന്നതിന് നസ്ബ് ചെയ്യും, അഥവാ മുമ്പത്തത് അതിന്റെ ഈ ലാക്കിന്നയുടെ ഇസ്മിന് നസ്ബ് ചെയ്യും. അപ്പോ ലാക്കിന്നയുടെ ഷദ് പോയാൽ ഉഹ്മിലത്ത്, അത് അവഗണിക്കപ്പെടും. അതിന്റെ അമല്, അതിന്റെ പ്രവൃത്തി അവഗണിക്കപ്പെടും. പ്രവൃത്തി ഉണ്ടാവില്ല, പിന്നെ ആക്ടിവിറ്റി ഉണ്ടാവില്ല. ഇപ്പൊ ലാക്കിന്നയ്ക്ക് പകരം ലാക്കിൻ എന്ന് വന്നാൽ അതിന്റെ അമല് ഉണ്ടാവില്ല. ഉഹ്മിലത്ത്. വദഖലത് അലൽ ജുംലതൈനി, അത് പ്രവേശിച്ചു എന്നാണ് വന്നിരിക്കുന്നത്, അഥവാ അത് പ്രവേശിക്കും. ഇതാ ഖുഫിഫത്ത് ഉഹ്മിലത്ത് എന്നാ പറഞ്ഞത്. ഇതാ ഖുഫിഫത്ത് ഉഹ്മിലത്ത്, അത് ലഘുവാക്കപ്പെട്ടാൽ അത് അവഗണിക്കപ്പെടും. ജുംലത്തൈനിന്ന് രണ്ട് സെന്റൻസ് എന്നാണോ? രണ്ട് വാക്യങ്ങളിലും അത് പ്രവേശിക്കും. ദഖലത്ത് അത് പ്രവേശിക്കും. അലൽ ജുംലത്തൈനി രണ്ട് വാക്യങ്ങൾ, രണ്ട് തരം വാക്യങ്ങൾ. അറബിയിൽ എത്ര തരം വാക്യങ്ങളുണ്ടെന്ന് പറഞ്ഞു? രണ്ട് തരം വാക്യങ്ങളുണ്ട്. ഒന്ന് ഇസ്മിയത്താണ്, രണ്ട് ഫിഅലിയത്താണ്. ഒന്ന് ജുംല ഇസ്മിയ, രണ്ട് ജുംല ഫിഅലിയ. അപ്പോ ദഖലത്ത് അലൽ ജുംലത്തൈനി, അത് രണ്ട് തരം വാക്യങ്ങളിൽ പ്രവേശിക്കും.
അൽ ഇസ്മിയത്തി വൽ ഫൈലിയത്തി, അതായത് അൽ ജുംലത്തൈനിയുടെ ബദലാണ് അൽ ഇസ്മിയത്തി വൽ ഫൈലിയത്തി, അതായത് നാമവാക്യവും ക്രിയാവാക്യവുമായ, നാമവാക്യവും ക്രിയാവാക്യവുമായ രണ്ട് വാക്യങ്ങളിലും അത് പ്രവേശിക്കും. ലാക്കിന്ന ആണെങ്കിൽ ഒരു വാക്യത്തിലേ പ്രവേശിക്കൂ. ലാക്കിന്ന ജുംല ഇസ്മിയയിൽ മാത്രമേ വരുള്ളൂ. കാരണം എന്താണ്? ലാക്കിനയ്ക്ക് ശേഷം വരുന്നത് മുബത്തദയും ഖബറും ആയിരിക്കും. ഈ ലാക്കിനും രണ്ടർത്ഥല്ലേ? ലാക്കിന് എന്താണ് അർത്ഥം? രണ്ടും ഒരേ അർത്ഥമാണ്. ഓ, ഇത് ഊന്നി പറയാണോ ലാക്കിന്? ഊന്നല്ല, രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. ഓക്കെ. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. ദഖലത അൽ ജുംലത്തൈൻ ഇസ്മിയത്തി വൽ ഫഇലിയത്തി നഹ്വു, ഉദാഹരണം ജാഅ അൽ മുദർരിസു. ലാക്കിൻ, അതായത് ഖഫീഫയായ ലാക്കിന് വരുന്ന സന്ദർഭമാണ് പറയുന്നത്. ജാഅ അൽ മുദർരിസു, അധ്യാപകൻ വന്നു. ലാക്കിനി തുല്ലാബു മാ ജാഉ, എന്നാൽ അത്തുല്ലാബു മാ ജാഉ, വിദ്യാർത്ഥികൾ വന്നിട്ടില്ല. ഓക്കെ, അത്തുല്ലാബു മാ ജാഉ. ഫി തൻസീൽ, അപ്പൊ ലാക്കിനി തുല്ലാബു, അപ്പൊ ലാക്കിന്ന ആയിരുന്നെങ്കിൽ ലാക്കിന്ന തുല്ലാബ എന്നായിരിക്കും വരിക. അപ്പോ ഷദ് പോയപ്പോ എന്തായി? ലാക്കിനി തുല്ലാബു എന്നായി. ഫി തൻസീൽ, അവതരണത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അവതരിക്കപ്പെട്ട ഖുർആനിലുണ്ട്. ലാക്കിനിൽ ളാലിമൂനൽ യൗമ ഫീ ളലാലിൻ മുബീൻ. അപ്പോ ലാക്കിന്നയാണ് വന്നിരുന്നെങ്കിൽ വലാകിന്നൽ ളാലിമീന എന്നായി വരിക. അപ്പോ ഖഫീഫ് ആയതുകൊണ്ട് എന്ത് ചെയ്തു? ലാക്കിനിൽ ളാലിമൂന. ലാക്കിൻ എന്ന് പറയുന്നത് അതിന്റെ സുക്കൂൻ പോയിട്ട് കസ്ർ വന്നു. കാരണം പുറത്ത് ഹംസത്തുൽ വസ്ലായതുകൊണ്ട്. ലാക്കിനുൽ ളാലിമൂനൽ യൗമ ഫീ ളലാലിൻ മുബീൻ. അപ്പൊ എന്ത് ചെയ്തു? ലാക്കിന്നിന്റെ അമലില്ല, ലാക്കിന്നയുടെ അമല് അതിനില്ല. യൗമ ഫീ ളലാലിൻ മുബീൻ. ലാക്കിനിൽ ളാലിമൂന, പക്ഷേ അക്രമികൾ അൽ യൗമ ഇന്ന് ഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികളിലാണ്. അസാനി എന്ന് പറയാൽ ഉദാഹരണം ഒന്ന്, ഉദാഹരണം രണ്ട്. ഗാബ അലിയുൻ, അലി എന്തായി? ഗാബ, ഗായിബായി, പ്രസന്റ് അല്ല, ആബ്സെന്റ് ആയി. ഗാബ അലിയുൻ ലാക്കിൻ ഹദറ അഹ്മദു, പക്ഷേ അഹ്മദ് ഹാജരായി. ഒന്നാമത് പറഞ്ഞത് എന്താണ്? ഉദാഹരണം ജാഅ അൽ മുദർരിസു ലാക്കിനി തുല്ലാബു മാ ജാഉ. അത്തുല്ലാബു മാ ജാഉ എന്ന് പറയുന്നത് എന്താണ്? ജുംല ഇസ്മിയയാണ്. ആണോ? അല്ലേ? അതെ, നാമവാക്യാണോ? അല്ല, നാമവാക്യം അല്ലല്ലോ ഇത്. ലാക്കിനി തുല്ലാബു. വേറെ അഭിപ്രായം വല്ലതും ഉണ്ടോ? വേറെ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? ലാക്കിനി തുല്ലാബു മാ ജാഉ. ലാക്കിനി തുല്ലാബു മാ ജാഉ. മാ ഹിയൽ ജുംലൽ ഇസ്മിയ വൽ ഫഇലിയ. നാമവാക്യം ക്രിയാവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നാമവാക്യം? നാമവാക്യത്തിന്റെ ഡെഫിനിഷൻ എന്താണ്? നാമവാക്യത്തിന്റെ നിർവചനം എന്താ? നാമം കൊണ്ട് തുടങ്ങുന്നത്. നാമം കൊണ്ട് തുടങ്ങുന്നത്. ഇപ്പൊ ലാക്കിൻ മാറ്റിയിട്ട് നോക്കി, അത്തുല്ലാബു മാ ജാഉ എന്ന് പറഞ്ഞത് നാമവാക്യമാണോ ക്രിയാവാക്യമാണോ? അപ്പൊ ജുംല ഇസ്മിയാണ്. എന്തുകൊണ്ട് തുടങ്ങി എന്നതാണ് നോക്കേണ്ടത്. അതാണ് എളുപ്പ വഴി കേട്ടോ. എളുപ്പ വഴി അതാണ്. എന്തുകൊണ്ട് തുടങ്ങി എന്നതാണ് നോക്കേണ്ടത്.
അത്തുല്ലാബു മജാഉ. ഓക്കെ, അപ്പൊ അത്തുല്ലാബ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അത് മുബത്തദയാണ്. മാജാഉ എന്ന് പറയുന്നത് ഖബറാണ്. പക്ഷെ അത് ഖബർ ഫെയിലായിട്ടാണ് വന്നിരിക്കുന്നത്. അത് വേറെ വിഷയം. ഖബർ എന്താ അറിയാവുന്നത്? ശിബ്ഹ് ജുംല എന്ന് പറയും. അതെന്താണ്? മാജാഉ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഫെയിലും ഫായിലും ഉള്ള ഒരു ജുംലയാണ് അല്ലേ? മാജാഉ, അവർ വന്നില്ല. ഫെയിലും ഫായിലുള്ള ഒരു ജുംലയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ തുടങ്ങിയത് നാമം കൊണ്ടായതുകൊണ്ട് അത് നാമവാക്യമാണ്. അപ്പൊ ലാക്കിൻ നാമവാക്യത്തിൽ വന്നതിന്റെ ഉദാഹരണമാണ് ഒന്നാമത്തേത്. രണ്ടാമത് പറഞ്ഞത് ഗാബ അലിയുൻ ലാക്കിൻ ഹദറ അഹ്മദു. അപ്പോ ലാക്കിൻ ഹദറ അഹ്മദു. ഹദറ അഹ്മദു എന്ന് പറഞ്ഞ എന്ത് വാക്യം? ഇതിന്റെ ഫെലിയാണോ ഇസ്മിയാണോ? ഫീലിയ. ഫെലി. അവിടെ അഹ്മദ് എന്ന് പറഞ്ഞ നാമം വന്നുകൊണ്ട് ജുംല ഇസ്മിയാവില്ല. ഫെലി കൊണ്ട് തുടങ്ങിയത് കൊണ്ട് ജുംല ഫെലിയാണ്. ഹദറ അഹ്മദു. ഗാബ അലിയുൻ ലാക്കിൻ, പക്ഷേ ഹദറ അഹ്മദു, അഹ്മദ് ഹാജരായി. വഫി തൻസീൽ, ഖുർആനിലുണ്ട് വലാകിൻ ലാ യശ്ഉറൂൻ. അൽ ബഖറ 12. ലാകിൻ ലാ യശ്ഉറൂൻ. അപ്പോ ലാകിൻ ലാ യശ്ഉറൂൻ, ലാ യശ്ഉറൂൻ എന്ന് പറയുന്നത് എന്താണ്? ജുംല ഫീലിയാണ്. അവർ മനസ്സിലാക്കുന്നില്ല. ഓക്കെ. നുഖ്തത്തു സാനിയത്ത് അശർ, പോയിന്റ് 12. ജാലിക ഖൈറുൽ ലക്കും. ജാലിക ഖൈറുൽ ലക്കും. അൽ മുജാദല 12 ആയത്താണ്. ജാലിക ഖൈറുൽ ലക്കും. യജൂസ് ഫി കാഫിൽ ഖിതാബ്. കാഫിൽ ഖിതാബ്. അപ്പൊ നമ്മൾ ജാലിക എന്ന് പറഞ്ഞതിലെ ക എന്താണ്? കാഫുൽ ഖിതാബ് എന്നാണ് എന്ന് പറയുന്നത്. കിതാബുക്ക എന്ന് പറഞ്ഞ കാഫും കാഫുൽ ഖിതാബാണ്. കിതാബുക്ക, നിന്റെ പുസ്തകം. ജാലിക്കയിലെ കാഫും എന്താണ്? കാഫുൽ ഖിതാബ് എന്നാണ് പറയുക. അഭിമുഖീകരിക്കുന്ന കാഫ് എന്നാണ്. മുന്നിൽ നിൽക്കുന്ന ആളോട് പറയുന്ന കാഫ് എന്നാണ് അതിന്റെ പേര്. കിതാബുക്ക എന്ന് പറഞ്ഞ പോലുള്ള കാ തന്നെയാണ് ജാലിക്കയിലുള്ള കായും. ഓക്കെ. യജൂസു ഫീ കാഫിൽ ഖിതാബി, ഈ പറഞ്ഞ കാഫുൽ ഖിതാബ്, ജാലിക്ക, തിൽക്ക, ഉലൈക എന്ന് പറഞ്ഞ കാഫില് എന്താണ്? എന്ന് പറഞ്ഞ കാഫില് അനുവദനീയമാകും അത്തസറുഫു. തസറുഫ് എന്ന് പറഞ്ഞാല് ഫതഹ ഫതഹു, ഫതഹത്ത് ഫതഹത്തും എന്ന് പറഞ്ഞ സർഫാക്കൽ. സർഫാക്കൽ അനുവദനീയമാകും. യജൂസു അനുവദനീയമാകും എന്നാണ് കേട്ടാ. അതെന്താണ്? അപ്പോ പെർമിറ്റബിൾ ആണ്, പെർമിറ്റഡ് ആണ്, അനുവദനീയമാണ്, നിർബന്ധമില്ല. വമഅന തസറുഫി, എന്താണ് തസറുഫ് എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം? അൻ യുറാഅൽ മുഖാത്തബു. അൻ യുറാഅൽ മുഖാത്തബു. യുറാ എന്ന് പറഞ്ഞാൽ മജ്ഹൂലാണോ മഅറൂഫാണോ? ഫാഇൽ അറിയപ്പെട്ടിട്ടുണ്ടോ? മജ്ഹൂലാണ്. അപ്പൊ അതിന്റെ മഅറൂഫ് എന്തായിരിക്കും? യുറാഇ എന്നാണ്. റാഅ യുറാഇ, റാഅ യുറാഇ. ഇതാണ് നമ്മൾ പഠിച്ച റാഇന. റാഇന. റാഅ യുറാഇ എന്ന് പറഞ്ഞപ്പോ എന്താണ്? റാഅ യുറാഇ ജാഹല ഗ്രൂപ്പിലുള്ള ക്രിയയാണ്. അവസാനം ദുർബലാക്ഷം വന്നുകൊണ്ട് എന്ത് ചെയ്തു? റാഴി എന്ന് പറഞ്ഞു, പരിഗണിക്കുക. അപ്പോ ലാ തഖൂലു റാഇന, റാഇന എന്ന വാക്ക് ഉപയോഗിക്കരുത് എന്നാ പറഞ്ഞു. അപ്പൊ റാഇന എന്ന് അവര് പറഞ്ഞിരുന്നു, ജൂതന്മാര് അല്ലെങ്കിൽ കപടവിശ്വാസികൾ. അപ്പൊ എന്താണ്? റാഅ യുറാഇ എന്നതിന്റെ കൽപ്പനക്രിയയാണ് റാഇ.
പരിഗണിക്കുക. മാന തസറുഫി സർഫാക്കുക എന്ന് പറഞ്ഞാൽ ഈ കാഫുൽ ഖിത്താബിനെ സർഫാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പരിഗണിക്കപ്പെടുക എന്നതാണ്. അൽ മുഖാത്തബു അഭിസംബോധിതൻ. മുഖാത്തബ് എന്ന് പറഞ്ഞാൽ അഭിസംബോധിതൻ. ആരോടാണോ പറയുന്നത് അയാളെ പരിഗണിക്കുക. ദാലിക എന്ന് ഒരാളോടാണ് പറയുന്നതെങ്കിൽ ആ ക എന്താണ്? ഏകവചനമായിട്ട് ഉപയോഗിക്കുക. പറയുന്നത് കുറെ ആൾക്കാരോടാണെങ്കിൽ ദാലിക്കും എന്ന് പറയുക. പറയുന്നത് രണ്ടാളോടാണെങ്കിൽ ദാലിക്കുമ എന്ന് പറയുക. വായിച്ചോണോ നിങ്ങൾ ദാലിക്കുമ? എവിടെ വായിച്ചിട്ടുണ്ട്? സൂറത്ത് ഏത് സൂറത്തില്? യൂസുഫ് നബി അലൈഹിസ്സലാം 2 ജയിലാളികളോട് പറഞ്ഞില്ലേ ദാലിക്കുമ. ഇപ്പൊ എന്ത് ചെയ്യാ? കേൾക്കുന്ന ആള് 2 പേരാണെങ്കിൽ അഭിസംബോധിതൻ 2 പേരാണെങ്കിൽ കുമാ ഉപയോഗിക്കാം. ഒരാളാണെങ്കിൽ ക ഉപയോഗിക്കാം. 2 പേരാണെങ്കിൽ കുമാ ഉപയോഗിക്കാം. അതേപോലെ ബഹുവചനമാണെങ്കിൽ കോം എന്ന് പറയാം. يجوز في معنى التصرف أن يراعى المخاطب. കേൾവിക്കാരനെ അല്ലെങ്കിൽ അഭിസംബോധിതനെ പരിഗണിക്കുക എന്നതാണ് അതിനെ സർഫാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നഹ്വ് ഉദാഹരണം ലിമൻ ദാലിക്കുമുദ്ദഫ്തറു യാ ഇഖ്വാനു. ഇഖ്വാനോട് ചോദിക്കുമ്പോൾ ലിമൻ ദാലിക്കുമുദ്ദഫ്തറു എന്ന് പറയാം. ലിമൻ ദാലിക ദഫ്തറു എന്നും പറയാം. എന്താണ്? യജൂസു അനുവദനീയമാകും. ലിമൻ ദാലിക്കുമുദ്ദഫ്തറു യാ ഇഖ്വാൻ. അഖറഅതി തിൽകിൽ മജല്ലത. അഖറഅതി തിൽകിൽ മജല്ലത. അല്ലേ? മറിയം അലൈഹിസ്സലാമിനോട് പറഞ്ഞു, എന്ത് പറഞ്ഞു? ഖാല കദാലികി ഖാല റബ്ബുകി. അല്ലേ? കദാലിക്കി. ഇപ്പൊ കദാലിക്കയ്ക്ക് പകരം കദാലിക്കി ഉപയോഗിക്കാൻ കാര്യം എന്താ? മുഖാത്തബ് മുഅന്നസ് ആയതുകൊണ്ടാണ്. മുഫ്രദ് മുഅന്നസ് ആയതുകൊണ്ടാണ്. അപ്പൊ മുഖാത്തബിനനുസരിച്ച് മാറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ജെൻഡറും നമ്പറും നോക്കണം. മുഖാത്തബിനനുസരിച്ച് മാറ്റൽ അനുവദനീയമാണ്. അനുവദനീയമാണെങ്കിൽ ഏതെങ്കിലും മാറ്റിയാൽ ഉപയോഗിച്ചാൽ പോരാ. അത് നമ്പറും ജെൻഡറും നോക്കിയാണ് മാറ്റേണ്ടത്. അപ്പൊ ആ ഖറഅതി നീ വായിച്ചോ. തിൽക്കിൽ മജല്ലത്തി. അപ്പൊ തിൽക്കൽ മജല്ലത്തി എന്ന് ഉപയോഗിക്കാം, തിൽക്കിൽ മജല്ലത്തി എന്ന് ഉപയോഗിക്കാം. കിതാബുക്കി എന്ന് പറയുന്ന പോലെ. തിൽക്കിൽ മജല്ലത്ത യാ ആമിനതു. തിൽക്കി എന്നുള്ളത് ജമാണെങ്കിൽ തിൽക്കി എന്നല്ലേ പറയും, തിൽക്കുന്നൊന്നും പറയില്ലല്ലോ. ജമാഅ തിൽക്കുന്ന എന്ന് പറയണം. പറയാ കദാലികുന്നല്ലദി. ഇതാണ് സൂറത്ത് യൂസുഫ് തന്നെ പറഞ്ഞില്ലേ. ഗംതുന്നനി എന്ന് പറഞ്ഞതിന് മുമ്പ് എന്താ ഉള്ളത്? അവിടെ ഉണ്ടെന്ന് എന്റെ ഓർമ്മ കേട്ടാ. അതുണ്ടാവും അവിടെ. അതേപോലെ ഖുർആൻ വായിച്ചു നോക്കിയാൽ അതും കിട്ടും. അസാലിസത്താശർ അന്നുക്തത്തു സാലിസത്താശർ 13 നമ്പർ പോയിന്റ്. യഗ്ഫിർ ലക്കും എന്ന് പറഞ്ഞു. യഗ്ഫിർ ലക്കും എന്ന് നമ്മൾ പാഠത്തിൽ വായിച്ചേ. എന്താ വായിച്ചത് പാഠത്തില്? ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീക്കും മിൻ അദാബിൻ അലീം എന്ന് പറഞ്ഞിട്ട് തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി എന്ന് പറഞ്ഞില്ലേ?
യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീക്കും മിൻ അദാബിൻ അലീം എന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞു? തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി. തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി എന്ന് പറഞ്ഞ എന്താണ് യഥാർത്ഥത്തില്? ആമിനു ബില്ലാഹി എന്നാണ് നമ്മളിവിടെ പറഞ്ഞു തരുന്നത്, അല്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീക്കും മിൻ അദാബിൻ അലീം. വിശ്വാസികളെ, നിങ്ങൾക്ക് ഞാൻ ഒരു കച്ചവടത്തെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ? അതെ അതെ. തുൻജീക്കും, ആ കച്ചവടം നിങ്ങളെ രക്ഷിക്കും, മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്നും. തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ വിശ്വസിക്കുക എന്നതാണ്. ബില്ലാഹി, അള്ളാഹിലും, വറസൂലിഹി, അവന്റെ ദൂതനിലും. തുജാഹിദൂന ഫീ സബീലില്ലാഹി, അള്ളാഹിന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നതും. ബി അംവാലിക്കും അൻഫുസിക്കും, നിങ്ങളുടെ പണം കൊണ്ടും ശരീരം കൊണ്ടും. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം. പിന്നീട് എന്ത് പറഞ്ഞു? യഗ്ഫിർ ലക്കും. എന്തോ യഗ്ഫിർ ലക്കും എന്ന് പറഞ്ഞത്? തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിന്റെ വിശദീകരണത്തിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണ്? അത് നിങ്ങൾ വിശ്വസിക്കുക എന്നതാണ്. ആമിനു ബില്ലാഹി എന്നാണ്. തിജാറത്ത് എന്താണ്? ആമിനു, നിങ്ങൾ വിശ്വസിക്കൂ, ബില്ലാഹി, അള്ളാഹിലും, ജാഹിദു ഫീ സബീലില്ലാഹി, അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക എന്നുമാണ്, അല്ലേ? ആമിനു ബില്ലാഹി വറസൂലിഹി ജാഹിദു ഫീ സബീലില്ലാഹി ബി അംവാലിക്കും അൻഫുസിക്കും എന്നാണ് അതിന്റെ ആശയം. ആ ആശയത്തിലാണ് കൽപ്പന വന്നതുകൊണ്ട്, അതായത് ആശയം വരുമ്പോൾ പിന്നെ എന്താണ്? അത് കൽപ്പനയാണ്. ആമിനു ബില്ലാഹി വറസൂലിഹി ജാഹിദു ഫീ സബീലില്ലാഹി എന്ന് പറയുമ്പോൾ അതെന്താണ്? കൽപ്പനയാണ്. അത് കൽപ്പന ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആ കൽപ്പനയുടെ ജവാബ് എന്ത് വേണം? യഗ്ഫിർ ലക്കും എന്ന് പറയും. ഷർത്തിന്റെ ജവാബ് പോലെ കൽപ്പനയുടെ ജവാബിന് എന്ത് വരും? ജസ്മു വരും, ജസ്മ ചെയ്യും. അതാണ് ഇവിടെ നുഖ്തത്ത് സാനിയ അശറിൽ പറഞ്ഞത്. സാനിയാണ്, സാലിസാണ്. സാലിസത്തെ അശർ അവിടെ പറഞ്ഞു യഗ്ഫിർ ലക്കും എന്ന് പറഞ്ഞു. ഹുന, അതായത് ഇവിടെ യഗ്ഫിർ, യഗ്ഫിർ എന്ന പദം മജ്സൂമുൻ, ജസ്മ ചെയ്യപ്പെട്ടില്ല. തലബ്, തലബ് കൊണ്ട്, റിക്വസ്റ്റ് കൊണ്ട്. ആമിനു എന്ന് പറയുന്നത് എന്താണ്? കൽപ്പനയാണ്, അത് തലബാണ്. ഓർഡർ ഓർ റിക്വസ്റ്റ്. ഓർഡറിനും റിക്വസ്റ്റും ഒരേ ഫോമാണ് അറബിയിലുള്ളത്. തലബ് എന്ന് പറയുമ്പം ഓർഡറും റിക്വസ്റ്റും രണ്ടിനും തലബ് തന്നെയാണ് പറയുന്നത്. ഷോപ്പിൽ ഓർഡർ വന്നാൽ എന്ത് ചെയ്യും? തലബ് എന്ന് പറയും, തലബ് എന്നു പറയും. പർച്ചേസ് ഓർഡർ എന്ത് പറയും? തലബ് ഷറ, പർച്ചേസ് ഓർഡർ. അപ്പോ മജ്സൂമൻ ബി തലബ്, അതെന്താണ്? റിക്വസ്റ്റ് മുഖേന അല്ലെങ്കിൽ അമ്ര മുഖേന എന്ത് വന്നിരിക്കുകയാണ്? ജസ്മ വന്നിരിക്കുകയാണ്. ജാലിക്കലി അന്ന തുഅ്മിനൂന ഫി ആയത്തി സാബിഖ ബിമഅന ആമിന, ഇവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ആയത്തി സാബിഖ മുമ്പ് പറഞ്ഞ, അതിനു മുമ്പ് യഗ്ഫിറിന് മുമ്പ് പറഞ്ഞ സൂക്തത്തിലുള്ള ആയത്തി സാബിഖ, മുൻപ് പറഞ്ഞ മുൻകടന്ന ആയത്തിലുള്ള തുഅ്മിനൂന എന്ന പദം ബിമഅന ആമിനു, ആമിനു എന്ന അർത്ഥത്തിലുള്ളതാണ്. ആമിനു എന്ന അർത്ഥത്തിലുള്ളതായത് കൊണ്ടാണ് അതിനെന്ത് വന്നിരിക്കുന്നത്? അത് മുഖേന അതിന്റെ ജവാബിന് ജസ്മു. ഓക്കെ യാ ഇഖ്വാൻ വൽ അഖ്വാത്ത്, അയ്യു സുആൽ? ഇപ്പം പറഞ്ഞ് മനസ്സിലായി കേട്ടാ? ഇപ്പൊ പറഞ്ഞ് മനസ്സിലായില്ല? ഇല്ല. നമ്മൾ മുമ്പ് ക്ലാസ് എടുക്കുമ്പോൾ, ഖുർആന്റെ ക്ലാസ് എടുക്കുമ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അംറിന് ശേഷം വരുന്നതിന് ജസ്മ ചെയ്യപ്പെടും. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? കൽപ്പനയ്ക്ക് ശേഷം വരുന്നതിന് ജസ്മ ചെയ്യും.
ഷർത്തിന് ശേഷം വരുന്ന ഷർത്തിന്റെ ജവാബിന് ജസ്മി ചെയ്യൂലേ? അതെ അതെ അതെ. അതേ നിയമം തന്നെയാണ് അംറിന് ശേഷം വരുന്ന ജവാബിനും ഷർത്ത് ചെയ്യും. അതായത് അംർ വന്നാൽ അതിനൊരു ജവാബ് ഉണ്ടാവും. കൽപ്പന വന്നാൽ എന്താവും? നീ ഇത് ചെയ്യുക, ചെയ്താൽ അതിന്റെ റിസൾട്ട് എന്താണ്? ഇതാണ്. അപ്പൊ കണ്ടീഷന്റെ റിസൾട്ട് പോലെ തന്നെ അംറിനും റിസൾട്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ തുഅ്മിനൂന ബില്ലാഹി എന്നതിന് പകരം ആമിനു ബില്ലാഹി എന്ന് വായിച്ചു നോക്കുക. ആമിനു ബില്ലാഹി വറസൂലിഹി വജാഹിദു ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും. എന്നിട്ട് എന്താ പറഞ്ഞത്? ദാലികും ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ യഗ്ഫിർ ലക്കും. അപ്പൊ ആമിനു എന്ന് പറയുന്നത് ഒരു കൽപ്പനയാണ്. ആ കൽപ്പന മുഖേന എന്ത് റിസൾട്ട് ഉണ്ടാകും? യഗ്ഫിർ ലക്കും എന്ന് പറഞ്ഞാൽ അവൻ നിങ്ങൾക്ക് പുറത്തു വരും എന്ന റിസൾട്ട് ഉണ്ടാവും. ആ റിസൾട്ടിന് എന്ത് ചെയ്യും? ജസ്മ ചെയ്യപ്പെടും. ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും എന്ന് പറയുന്നത് ഷർത്താണ്. ഷർത്തിന്റെ ജവാബിന് ജസ്മ ചെയ്യുന്നത് പോലെ അംറിന്റെ ജവാബിനും എന്ത് ചെയ്യും? ജസ്മ ചെയ്യും. അംറിന്റെ ജവാബ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അതായത് എപ്പോഴും ജവാബ് ഉണ്ടായിക്കണമെന്നില്ല. അതായത് ജവാബ് പറയുന്ന സമയത്ത് ജവാബിന് ജസ്മിയാണ്. യാ അഖി ഇഫ്തഹൽ ബാബ് എന്ന് പറഞ്ഞെടുത്ത് എന്തില്ല? ജസ്മിയില്ല. പിന്നെ അതിന്റെ റിസൾട്ട് പറഞ്ഞിട്ടില്ല. അതേസമയം ഇഫ്തഹൽ ബാബ് യദ്ഖുൽ അൽ ഹവ, നീ വാതിൽ തുറന്നാൽ എന്ത് ചെയ്യും? കാറ്റ് പ്രവേശിക്കും എന്ന് പറഞ്ഞാൽ എന്തായി? അത് ജവാബായി. അതേപോലെ ആമിനു ബില്ലാഹി യഗ്ഫിർ ലക്കും, നിങ്ങൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുകയും ജിഹാദ് ചെയ്യുകയും ചെയ്താൽ യഗ്ഫിർ ലക്കും. ഇനി അത് കിട്ടാൻ വേണ്ടി വായിച്ചു നോക്കുക ഖുർആൻ. നമ്മൾ പറഞ്ഞു, നമ്മളെ ഈ സിലബസ് എന്ന് പറയുന്നത് എന്താണ്? ദുറൂസ് ലുഗത്തുൽ അറബിയ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് ബാക്ക്ഗ്രൗണ്ട് തയ്യാറാക്കിയതാണ്. മദീന യൂണിവേഴ്സിറ്റി തയ്യാറാക്കിയതാണ്. എന്താണ് ഇത്? ഖുർആൻ പഠിക്കുന്നതിന് ഉപയുക്തമായ രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതെല്ലാം എന്താണ്? ഉദാഹരണങ്ങൾ പുറത്തുനിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഖുർആൻ പഠിക്കാൻ മനസ്സിലാക്കാൻ ഉപയുക്തമായ രീതിയിലാണ്. ഇത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഖുർആൻ വായിച്ചാൽ ഈ സംഗതി എല്ലാം കിട്ടും. ഒരു കൽപ്പനയുടെ ശേഷം ആ കൽപ്പന മുഖേന ഇത് ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തായിരിക്കും? ജസ്മ ഉണ്ടാവും. ഇന്നിന്റെ കണ്ടീഷൻ, ഇന്നിന്റെ റിസൾട്ട് പറയുന്നത് പോലെ തന്നെ അംറിനും ജവാബ് ഉണ്ടാവും. അംറിന് ജവാബ് വന്നാൽ അതിന് ജസ്മ ചെയ്യപ്പെടും. Any other question? أي سؤال آخر? ഇവിടെ നമുക്ക് ഉപസംഹരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാം പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഈ താല്പര്യം എന്നു നിലനിർത്തുകയും അത് അവന്റെ കലാമിന്റെ ഭാഷ നന്നായി മനസ്സിലാക്കുകയും അങ്ങനെ ഖുർആനിന്റെ അഗാധതയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ തലമുറയ്ക്ക് അറബി ഭാഷയോടും ഖുർആനിനോടുമുള്ള ആഭിമുഖ്യം വർദ്ധിക്കട്ടെ. വരുന്ന തലമുറ, അല്ലെങ്കിൽ വരുന്ന നൂറ്റാണ്ട്, അല്ലെങ്കിൽ വരുന്ന കാലഘട്ടം അറബി ഭാഷയുടെ കാലഘട്ടമാകണം. അറബി ഭാഷയ്ക്ക് സ്വാധീനമുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ തന്നെ ഉള്ളത്. അറബി ഭാഷ എന്ന് പറയുന്നത് ഭൗതികമായും ലാംഗ്വേജ് ഓഫ് എക്കണോമിക്, അത് സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാഷയാണ് യഥാർത്ഥത്തിൽ. പക്ഷെ അതിനെ അതിൻ്റെതായ രീതിയിൽ കൊണ്ടു നടക്കാത്തതാണ് പ്രശ്നം. കൊണ്ടു നടത്തിയാൽ അറബി ഭാഷയ്ക്ക് സ്വാധീനം ഉണ്ടാവും. അപ്പം തന്നെ കുറേയേറെ വന്നിട്ടുണ്ട്. അറബി അറിയുന്നവർക്കാണ് പല മേഖലകളിലും ജോലിക്ക് സാധ്യതയുള്ളത്. അല്ലെങ്കിൽ അതെന്താണ്? ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് ആയിട്ടൊന്നും പരിഗണിക്കപ്പെടുന്നത്. അതേപോലെ ഇത് തുടർന്ന് വന്നാൽ തീർച്ചയായും ആ അറബി ഭാഷയുടെ ആഭിമുഖ്യം വർദ്ധിപ്പിക്കണം. നമുക്ക് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ഒരുപാട് അധ്യാപകർ വരുന്നുണ്ട്, ഇമാമുകൾ വരുന്നുണ്ട്, ജോലി സാധ്യതകൾ വരുന്നുണ്ട്. അറബി അധ്യാപകർ, പ്രൊഫസർമാർ സ്കൂളുകളിലും +1 ലെവലിലും അതുപോലെ ഉയർന്ന ഗ്രേഡുകളിലൊക്കെയും അധ്യാപകർ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അനവധി അറബി കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട്. അത് വെച്ച് നോക്കിയാൽ അറബി ഭാഷയ്ക്ക് ഇപ്പോഴുള്ളത് പരിഗണനയല്ല, മറിച്ച് അവഗണനയാണ് എന്ന് മനസ്സിലാക്കും. ആ ഉള്ള സ്ഥാനം അനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല? അതിനെ ഉപയോഗപ്പെടുത്തുന്നില്ല.
ആ അവസ്ഥയിലേക്ക് മാറിയെങ്കിൽ മാത്രമേ, അതിന് പരിഗണിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറിയെങ്കിൽ മാത്രമേ ഖുർആനോട് ആഭിമുഖ്യം ജനങ്ങൾക്കുണ്ടാവുകയുള്ളൂ. ആ രീതിയിൽ അല്ലാഹു സമൂഹത്തെ മാറ്റട്ടെ, നമുക്കതിന് അവസരം നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലിൽ ലിഖാ ബിഇذنില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.